ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി ആൻഡ് എസ് രാജമൗലി ഫിലിം. ഇതിനപ്പുറത്തേക്ക് വലിയൊരു മൈലേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുകളോ ഒന്നും പറഞ്ഞ് ഈ സിനിമയെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാൾ, പാൻ ഇന്ത്യൻ രീതിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ഒരാളെ വെക്കാനില്ല. ബാഹുബലി എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റീച്ച് അത്രമാത്രം വലുതാണ് നമുക്കറിയാം. മുമ്പും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പാൻ ഇന്ത്യൻ രീതിയിൽ അദ്ദേഹത്തെ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു സിനിമയാണ് ബാഹുബലി. സോ ഇവിടെ വാരണാസി എന്നാണ് എസ് രാജമൗലിയുടെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് പേരിട്ടിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, ഒന്ന് സംവിധായകൻ പുള്ളിക്കാരനാണെന്നുള്ളതാണ്. എന്നാലും അതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ മഹേഷ് ബാബു, മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ, അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് എന്നാണ് പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞത് ആ ക്യാരക്ടർ റിവീൽ ചെയ്ത സമയത്ത്. ഇപ്പൊ അത് വലിയ ഫേമസ് ആയിട്ടുണ്ട്. ആ ഇരുത്തം, ആ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ കുഴഞ്ഞുകൊണ്ടുള്ള ഐൻസ്റ്റീനെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഇരുത്തം, അല്ലെങ്കിൽ 24-ലെ കുറെ ആളുകൾ അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സൂര്യയുടെ ആ ഒരു ഇരുത്തം. സോ അങ്ങനെ പല രീതിയിൽ അത് ട്രോളായിട്ടും നല്ല രീതിയിലും ഭയങ്കര സംഭവമായിട്ടൊക്കെ വരുന്നുണ്ട്. ട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻ എ പോസിറ്റീവ് വേ, അങ്ങനെയാണ് പറയുന്നത്, നെഗറ്റീവായിട്ടല്ല. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. പല കമ്പനികളും അത് വെച്ച് പരസ്യം ചെയ്തു വരെ തുടങ്ങി. അപ്പൊ അത്രമാത്രം റീച്ച് വന്നിട്ടുള്ള ഒരു സിനിമ. അതല്ലാതെ നമ്മുടെ എന്താ പറയാ, പ്രിയങ്ക ചോപ്ര ആണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ പോസ്റ്ററൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. സോ കാത്തിരിപ്പിനൊടുവിൽ വാരണാസി ടു ദ വേൾഡ് എന്ന് പറഞ്ഞ 3 മിനിറ്റ് 40 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ, മേ ബി ടീസർ എന്നോ ട്രെയിലറോ ഒക്കെ വിളിക്കാൻ മാത്രം ഉള്ളൊരു സാധനമാണ്. ബട്ട് അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ പോലെയാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബട്ട് എസ് രാജമൗലി ചിത്രമായതുകൊണ്ട് തന്നെ 3 മിനിറ്റ് 40 സെക്കൻഡ് ഒക്കെ പറയാനുണ്ട് എന്നുള്ളതാണ്. വന്നിട്ട് 1 മണിക്കൂർ ആയിട്ടുള്ളൂ. വന്നിട്ടുള്ള ചെറിയൊരു ചാനലാണ് വാരണാസി മൂവി. ഓക്കെ, അതിനുവേണ്ടി ഉണ്ടാക്കിയ ചാനൽ തോന്നുന്നു. 53.4K ഫോളോവേഴ്സ്, 4847 വ്യൂ ആയിട്ടുള്ളൂ. ആരും ഇതൊന്ന് വരും എന്നുള്ള പോലും സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ലെറ്റ്സ് വാച്ച് ഇറ്റ് ടുഗദർ. റെഡി. നല്ല സൗണ്ടിൽ കേൾക്കട്ടോ. ഇങ്ങനെ എന്താ സംഭവം എന്നുള്ളൊരു പിടിയില്ല. മൊത്തം പരിപാടിയെ തോന്നുന്നു. മണിക്ക് ലുക്കം, ഓങ്കാരം, ശംഖ്. ഓ ബസിരിക്കുകയാണ്. വാരണാസി തന്നെയാണ് കാണിക്കുന്നത് അല്ലേ? വാരണാസി 512 BCE. 2027 CE. ആഹാ, നൈസ്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ അർത്ഥം ഉണ്ടാവും കേട്ടോ, നമുക്ക് മനസ്സിലാവുന്നില്ല. അന്റാർട്ടിക്ക. ഓക്കെ. ഓ, ഇതേതോ ഒരു വേൾഡ് ആണല്ലോ അല്ലേ? മിത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കണക്ഷൻസ് ഉണ്ടാവാം. ആഫ്രിക്ക. ഈയടാ എങ്ങോട്ടൊക്കെ പോണത്? അഗ്രവതി കേവ്. ഇത് 7200 BCE. ലങ്കാ നഗരം. രാമനും അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. യെസ് 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 യെസ്. ഓ, ഇത് ലങ്കാ ദഹനം, അതിന്റെ സാധനമാണോ ഉദ്ദേശിച്ചത്? വാരണാസി. രാമനാണ്. വാവ് വാവ്. മഹേഷ് ബാബു. ഓ,
കുതിരപ്പുറത്താണോ കാളപ്പുറത്ത്? വാവ്. വാരണാസി. SS രാജമൗലി, വാരണാസി. ഗ്ലോബ് ടോട്ടർ. ഗ്ലോബ് ടോട്ടർ. What a glimpse. ടീസർ, ട്രെയിലർ, വാട്ട് എവർ. എന്താണ് തന്നിരിക്കുന്നത്? ട്രിലൈറ്റ്. വാരണാസി അല്ലേ? വാരണാസി ടു ദ വേൾഡ്. ഇപ്പോൾ ഗ്ലോബ് ഷോട്ടർ, അത് ആക്ച്വലി വാരണാസി. ഇതിൽ ഏതാണ് ഇപ്പോൾ സിനിമയായിട്ട് എടുക്കേണ്ടത്? ഗ്ലോബ് ഷോട്ടർ എന്നുള്ള ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. വാരണാസി എന്ന സിനിമയുടെ പേര് തോന്നുന്നു അല്ലേ? എസ് രാജമൗലീസ് വാരണാസി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ മഹേഷ് ബാബു പുള്ളിക്കാരൻ വേറെ ലെവലാണ്. എല്ലാവർക്കും അറിയാം. ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു പാൻ ഇന്ത്യൻ റീച്ചുള്ള അല്ലെങ്കിൽ അംഗീകാരമുള്ള ഒരു നടൻ തന്നെയാണ്. പക്ഷേ അത്രയും വലിയ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രഭാസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ യശോ ഒക്കെ വന്നിട്ടുള്ള പോലെ അതിനേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. മേ ബി അതിനേക്കാൾ കൂടുതൽ അവര് ഇപ്പോ പ്രഭാസ് ബാഹുബലി ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യശ് KGF ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരിക്കലും അവരെ, എനിക്ക് തോന്നുന്നു, മഹേഷ് ബാബുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത്രയും ടോപ്പ് ലെവലിലാണ് മഹേഷ് ബാബു ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിലേക്ക് എത്തിയിട്ടില്ല. ബട്ട് ഈ സിനിമയിലൂടെ എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന് ഒറ്റ പേര് മതി, SS രാജമൗലി. കാരണം ഇതിൽ ഇപ്പോൾ ആ രാമനെ കാണിക്കുന്ന ഒരു ഭാഗമൊക്കെ പ്യോർ സിനിമ. ആ ഒരു സാധനം കറക്റ്റായിട്ട് നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ആനിമേഷൻസ് പ്ലസ് CG മറ്റു പരിപാടികൾ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബട്ട് അവിടെ നമുക്ക് കിട്ടുന്ന ഗൂസ് ബംസ് എത്ര മാത്രമാണ്. ആൻഡ് 3 മിനിറ്റ് 40 സെക്കൻഡ് പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. സീരിയസ്ലി 3 മിനിറ്റ് 40 സെക്കൻഡ്, ഓൾമോസ്റ്റ് ഒരു 4 മിനിറ്റ് നേരം ഒന്ന് കണ്ട പോലെ ഫീൽ ചെയ്യുന്നില്ല എന്നല്ല. അതൊക്കെ ഭയങ്കര കേട്ടോ. കുറച്ച് കാര്യങ്ങൾ കണ്ട പോലെ മാത്രം ഫീൽ. അതൊക്കെ വലിയൊരു സംഭവമാണത്. കാരണം അത്രയും നേരം നമുക്ക് ഇരുന്നിട്ടൊന്നും തോന്നുന്നില്ല എന്നുള്ളത് ഭയങ്കരമാണ്. ഇനി ഇതിന്റെ കുറച്ച് ആളുകൾ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഇത് ബ്ലാസ്റ്റ് ഇൻ തിയേറ്റേഴ്സ് എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഇത് ഭയങ്കരമാകാൻ പോവാണ്. പ്രസന്റിംഗ് മഹേഷ് ബാബു ആസ് രുദ്ര ഇൻ വാരണാസി ഓൺ ദ റൈസ് ടു ദ വേൾഡ്. കാസ്റ്റ് മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര ജോനാസ്, പൃഥ്വിരാജ് സുകുമാരൻ. പ്രധാനമായിട്ട് ഈ 3 പേരെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് SS രാജമൗലി ഫിലിം. മ്യൂസിക് MM കീരവാണി. ലാസ്റ്റിലേക്ക് അതിന്റെ മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ രാമൻ ആ ഒരു ഭാഗം കാണിക്കുന്ന പോർഷനിൽ ബാഹുബലിയിലൊക്കെ ഉണ്ടല്ലോ, സാധനം. അതുപോലെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നത് തക്കിം എന്നൊക്കെ പറഞ്ഞ പരിപാടിയല്ലോ. അത് ബാഹുബലിയുടെ മകൻ ആദ്യമായി ആ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ബാഹുബലിയുടെ ഒരു എന്താ പറയാ, ബാഹുബലിന്റെ അല്ല, നമ്മളെ വില്ലന്റെ റാണയുടെ ബിംബം, അതിങ്ങനെ ബിംബം എന്ന് പറയാൻ പറ്റുമോ, എന്താണ് സ്റ്റാച്യു, അത് ഇങ്ങനെ പൊക്കി വരുന്ന സമയത്തുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, പരിപാടി. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ തന്നെ. അതായത് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മകൻ വരുന്ന സീൻ, ആ സ്ഥലത്തേക്ക് എത്തുന്ന സീൻ. അപ്പോൾ ഉള്ള കുറച്ച് മ്യൂസിക്കുകൾ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. സോ അത്തരത്തിൽ അതൊക്കെ മേലെ മേ ബി ഇതിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ തന്നെ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത്, രാമനെ കാണിക്കുന്ന ആ ഭാഗത്തുള്ള മ്യൂസിക് എന്താ, ഗൂസ് ബംസ് ഉണ്ടാവും, ഉള്ളിലിങ്ങനെ ഇറങ്ങണ്. സോ MM കീരവാണി ഒരു രക്ഷയില്ല. പ്രൊഡ്യൂസേഴ്സ് KL നാരായണ, SS കാർത്തികേയ, ബാനസ് ശ്രീദുർഗ ആർട്സ്, ഷോയിങ് ബിസിനസ്. ഓക്കെ, അപ്പൊ ഇത് വമ്പ സാധനമായിരിക്കും. ഇതിന്റെ കമന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് അവസ്ഥ. ജസ്റ്റ് നോട്ടീസ് ദിസ് ട്രെയിലർ ഇസ് 3.40, അതായത് 3 മിനിറ്റ് 40 സെക്കൻഡ്. Didn't feel that long. സത്യമായിട്ടാണ് തോന്നുന്നു. രാമായൺ truly failed to make a first impression. This is how you make historical movies on സനാതൻ ധർമ്മ. ഹാറ്റ്സ് ഓഫ് ടു രാജമൗലി സാർ. പക്ഷെ എനിക്ക് ആ ഒരു വിയോജിപ്പാണ്. കാരണം രാമായൺ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള സാധനം കേട്ടില്ലായിരുന്നു. ഒരു രക്ഷയില്ല. അത്ര വളരെ സിമ്പിൾ ആയിട്ട് അവർ കൊടുത്തിട്ടുള്ള, ബട്ട് കൊടുത്ത സാധനം നല്ല പക്ക കിടലൻ സാധനമായിരുന്നു. സോ അത് വെച്ച് നാരെ അങ്ങനെയൊന്നും പറയാൻ
നടക്കും തോന്നുന്നില്ല. ദ മൊമെന്റ് ഹനുമാൻ അപ്പിയേഴ്സ് ഇൻ ദി വാരണാസി ട്രെയിലർ ഐ ലിറ്ററലി ഗോട്ട് ഗൂസ് ബംസ്. ദാറ്റ് പവർ, ദാറ്റ് ഓറ, അൺബിലീവബിൾ. രാജമൗലി സാർ ടേക്കിംഗ് ഇന്ത്യൻ സിനിമ ടു അനദർ ലെവൽ. യെസ്, വെയിറ്റിംഗ് ഫോർ 2027. ജയ് ജയ് എസ് എസ് രാജമൗലി. The Ramayan shot was absolute cinema. Yes, exactly. That is why S.S. Rajamouli is God. No one comes close to him. All hail the great S.S. Rajamouli sir. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കമന്റിലും വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് തോന്നിയിട്ടുള്ള അതേ ഫീലിങ്സ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവാം. എന്തായാലും ഇത് ഇങ്ങനെയല്ല, വലിയൊരു നല്ലൊരു ചാനലിൽ ഇതിലിടുന്ന ഒപ്പം തന്നെ വലിയ ഒരു ചാനലിലും കൂടി ഇത് ഇടാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ രാജമൗലിയാണ്, പുള്ളിക്കാരനെ അറിയാം. ഇതിപ്പോ ആളുകൾ അറിഞ്ഞു വരുമ്പോഴേക്കും ഇതിന്റെ സബ്സ്ക്രിപ്ഷനെ കൂട്ടി ഇതൊരു വലിയ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ, അത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള മില്യൺ കണക്കിന് വ്യൂ വരുന്നത് ആക്കി മാറ്റാൻ പറ്റും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എന്നുള്ളതിന്റെ കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. സോ എന്തായാലും കളർഫുൾ ആവട്ടെ, നമുക്ക് നല്ല സിനിമകൾ കിട്ടട്ടെ. ഇതിപ്പോ ഒരു പാട്ടിൽ നിൽക്കുമൊന്നും പറയാൻ പറ്റൂല, രാജമൗലിയാണ്, കണ്ടറിയാം. സോ രാജമൗലി ഇങ്ങനെ പടം ചെയ്യുമ്പോൾ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, മഹേഷ് ബാബു ഭയങ്കര ടോപ്പിലേക്ക് കയറുന്നു. 2, പൃഥ്വിരാജ് സുകുമാരൻ വേറെ ലെവൽ ഇനിയും കടന്ന് മുകളിലേക്ക് പോകാൻ പോവാണ്. അതൊരു ഡൗട്ടും വേണ്ട. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക. താങ്ക് യു.